പോവാൻ ബട്ടൺസിലേക്ക് സ്വാഗതം. പഞ്ഞൊന്നും നിറയ്ക്കാതെ തന്നെ ഈ സ്റ്റാൻഡിംഗ് ഡോൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഫസ്റ്റ് നമുക്ക് ഈ ബോട്ടിലിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കാം. ഈ മെഷർമെൻറ്റ്സ് അനുസരിച്ചാണ് ഡോളിൻ്റെ ഡ്രസ്സ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഏകദേശം 12 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. ഇനി ഡോളിൻ്റെ ഡ്രസ്സിന് വേണ്ടിയിട്ട് ബോട്ടിലിൻ്റെ ഹൈറ്റിനേലും ഒരു 1 സെൻറ്റിമീറ്റർ കൂട്ടിയെടുക്കുക. പിന്നെ ലെങ്ത് ഒരു 50 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡോളിൻ്റെ ഡ്രസ്സ് തയ്ക്കാം. സിമ്പിൾ റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്ത് നമുക്ക് ഈ ഡോളിൻ്റെ ഈ മെറ്റീരിയൽ അറ്റം വരെ തയ്ച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണാം. സിമ്പിൾ റണ്ണിങ് സ്റ്റിച്ചാണ്. കുട്ടികളാണ് ചെയ്യുന്നതെങ്കിൽ പാരൻസിൻ്റെ ഹെൽപ്പ് ചോദിക്കുക. അറ്റം വരെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നൂല് മെല്ലെ വലിച്ചു കൊടുക്കാം. അപ്പോൾ ഡോളിൻ്റെ ഡ്രസ്സിൻ്റെ പ്ലീറ്റ്സ് ഫോം ആവും. ഇനി നമുക്ക് ഡോളിൻ്റെ ഡ്രസ്സ് ഈ ബോട്ടിലിൽ വെച്ച് ഈ ഓപ്പൺ ആയിട്ടുള്ള പോർഷൻ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഡോളിൻ്റെ ഡ്രസ്സ് ബോട്ടിലോട്ട് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ബോട്ടിലിൻ്റെ ക്യാപ്പിൽ ഗ്ലൂ വെച്ചിട്ട് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഡ്രസ്സിൻ്റെ ബാക്ക് പോർഷനും സ്റ്റിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഡോളിൻ്റെ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഡോളിൻ്റെ നെക്ക് പോർഷനാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു റെക്റ്റാങ്കുലർ പീസ് തുണി എടുത്തിട്ടുണ്ട്. ഒരു 30 സെൻറ്റിമീറ്റർ ലെങ്ത്തും ഒരു 5 സെൻറ്റിമീറ്റർ വിഡ്ത്തുമുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് മടക്കാം. എന്നിട്ട് വീണ്ടും ആ റണ്ണിങ് സ്റ്റിച്ച് തന്നെ യൂസ് ചെയ്തിട്ട് അറ്റം വരെ തയ്ച്ചു കൊടുക്കാം. ഇനി നമുക്ക് അറ്റം എത്തിക്കഴിയുമ്പോഴത്തേക്കും നൂല് നേരത്തെ ചെയ്ത പോലെ തന്നെ വലിച്ചു കൊടുക്കാം. അപ്പോൾ പ്ലീറ്റ്സ് ഫോമായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഡോളിൻ്റെ ആ നെക്ക് പോർഷൻ ആ ബോട്ടിലോട്ട് സ്റ്റിക്ക് ചെയ്യുവാണ്. ഇപ്പോൾ നമ്മുടെ ഡോളിൻ്റെ ഡ്രസ്സും നെക്ക് പോർഷനും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഡോളിൻ്റെ കൈകളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു റെക്റ്റാങ്കുലർ പീസ് പേപ്പർ എടുക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് കിട്ടും നമുക്ക്. ഞാനിപ്പോൾ ഡോളിൻ്റെ കൈ ഒന്ന് വെച്ച് നോക്കുകയാണ്. അപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കളയുവാണ്. അപ്പോൾ നിങ്ങളുടെ കുപ്പിയുടെ ഇതനുസരിച്ച് കൈയുടെ ലെങ്ത്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഇനി ഞാൻ ആ സിലിണ്ടറിക്കൽ പേപ്പർ ഒരു തുണിയിൽ വെച്ചിട്ട് റോൾ ചെയ്യുവാണ്. അപ്പോൾ അത് ആ കവേർഡായി പൊക്കോളും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഗ്ലൂ എടുത്തിട്ട് പിന്നെ റോൾ ചെയ്യാം. ഇതേപോലെ റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് എക്സസ് ആയിട്ടുള്ള പോർഷൻ ഒരു വശത്ത് സ്റ്റിക്ക് ചെയ്യുക. മറ്റേ വശത്ത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പിലൊരു തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ മടക്കി വെച്ച ഭാഗത്ത് ഇത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഡോൾ ഒരു ഗ്ലൗസ് ഇട്ട പോലത്തെ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത്. രണ്ട് സൈഡിലും ഒട്ടിച്ചിട്ട് എക്സസ് ആയിട്ടുള്ളത് സെൻറ്ററിലും ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ മടക്കുക. എന്നിട്ട് നടുക്കും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഗ്ലൗസ് ഇട്ട പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ കൈ റെഡി ആയിട്ടുണ്ട്. അടുത്ത കൈയും കൂടെ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം.
ഡോളിലെ 2 കൈയും നമ്മൾ സ്റ്റിക്ക് ചെയ്തു. ഇനി നമ്മൾ ഡോളിൻ്റെ ഹെഡ് പോർഷൻ ഉണ്ടാക്കാൻ പോകണം. അതിന് ഞാനൊരു പ്ലാസ്റ്റിക് കവറാണ് എടുത്തേക്കുന്നത്. നല്ല ലൈറ്റായിട്ടുള്ള പ്ലാസ്റ്റിക് കവർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ എയറൊക്കെ കളഞ്ഞ് സ്ക്വീസ് ചെയ്തിട്ട് ഈ റൗണ്ട് ഷേപ്പിൽ തുണിയുടെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നിങ്ങളുടെ കൈയുടെ ഉള്ളിലായിട്ട് ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പ് ആക്കുക. ഇനി നമുക്ക് ആ നൂല് കൊണ്ട് അടിയിലായിട്ട് ചുറ്റി കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. കണ്ടോ? ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഷേപ്പിലാക്കിയെടുക്കാം. ഇനി ഞാൻ അവിടെ ബാക്കിൽ എക്സസ് ആയിട്ട് വന്നത് കട്ട് ചെയ്ത് കളയുവാണ്. എന്നിട്ട് ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ തുണി എടുത്തിട്ട് അത് കവറപ്പ് ചെയ്യുവാണ്. നമുക്ക് ഡോളിൻ്റെ ഹെയർ ഉണ്ടാക്കാം. അതിന് ഞാൻ 2-3 വുള്ളൻ്റെ നൂല് ഒരുമിച്ച് പിടിച്ചേക്കുവാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുകയാണ് ഏകദേശം എത്ര ലെങ്ത്ത് വേണമെന്ന്. അപ്പോൾ ഞാൻ തീരുമാനിച്ചതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ മടക്കി മടക്കി കൊടുക്കാം. ഈ വിരലിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് മടക്കി മടക്കി എടുക്കാം. നമ്മുടെ ആവശ്യത്തിന് തിക്നെസ് ആയി കഴിയുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഏകദേശം ഇത്രയും തിക്നെസ് എടുത്തിട്ടുണ്ട്. ഇനി എക്സസ് ആയിട്ട് നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഭംഗിയാക്കാം. ഇനി ഇതിൻ്റെ നടുക്കും 2 സൈഡിലായിട്ട് കെട്ടിട്ട് കൊടുക്കണം നമുക്ക്. നമ്മുടെ ഡോളിൻ്റെ ഹെയർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഹെഡിലോട്ട് സ്റ്റിക്ക് ചെയ്യാം. ഞാൻ കുറച്ച് ചെറിയ സ്ട്രാൻഡ്സ് വുള്ളൻ എടുത്തിട്ട് ഇതിന് സെൻറ്റർ പോർഷനിൽ ഇതേപോലെ സ്റ്റിക്ക് ചെയ്യാണ്. ഇനി നമുക്കൊരു കുഞ്ഞു ബോ ഉണ്ടാക്കി ഡോളിൻ്റെ ഹെയറിൽ സ്റ്റിക്ക് ചെയ്യാം. നമുക്ക് ഡോളിൻ്റെ കണ്ണും വായൊക്കെ വരച്ചു കൊടുക്കാം. ഞാനിവിടെ 2 പരിപ്പ് എടുത്തിട്ടാണ് കണ്ണായിട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഡോള് റെഡി ആയിട്ടുണ്ട്. വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വെച്ചുണ്ടാക്കി ഈ ഡോള് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.